ഇന്ന് നമ്മളുടെ ഒരു സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് തന്നെ പെർട്ടിക്കുലർലി രണ്ട് സ്ഥാപനങ്ങൾ, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പായി നമ്മൾ വളരെ കുറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ, കുറച്ച് കോഴ്സുകളെ പരിചയപ്പെടുത്താനുള്ളൂ. ഒരു ജനറൽ കാര്യങ്ങളല്ല, വളരെ ചുരുങ്ങിയ കോഴ്സ് ഡീറ്റെയിൽസ് മാത്രമേ പരിചയപ്പെടുത്താനുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തെ ഒരു പ്രസന്റേഷനെ ആവശ്യമുള്ളൂ. എന്നിരുന്നാലും നമ്മൾ പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ ബ്രീഫായിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ ഒരു കളിയാണല്ലോ. അപ്പൊ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. സോ ഒരു ഏകദേശം 10-30 അടുത്ത് ആളുകൾ ഓൺ ബോർഡാണ്. അപ്പം ഞാൻ മെല്ലെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഓഡിയോ ആൻഡ് വീഡിയോ ഒക്കെ കംഫർട്ടബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഞാൻ യാസീൻ ഓൺലൈനിൽ ഉണ്ടല്ലേ? അതെ അതെ. ഞാൻ 2 ഡിവൈസിലായിരിക്കും. ലാപ്ടോപ്പിന്റെ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് മൊബൈലിലായിരിക്കും വീഡിയോ വരുന്നത്. പ്രസന്റേഷൻ ഷെയർ ചെയ്യുന്നത് ലാപ്ടോപ്പിൽ. അപ്പോൾ 2 ഡിവൈസിലുണ്ടാവും. ഓക്കെ. നമുക്ക് ഒരു ദിവസം നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റുമോ? വിത്തൗട്ട് നമ്പേഴ്സ്, എ വേൾഡ് വിത്തൗട്ട് നമ്പേഴ്സ്. നമ്മൾ ഈ ലോകത്ത് അക്കങ്ങൾ ഇല്ല എന്ന് വിചാരിച്ചു നോക്ക് ഒരു ദിവസം. ഇങ്ങനെയുള്ള ഒരു ലോകത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ ഇല്ലാതിരിക്കും? അക്കങ്ങൾ 1 2 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്കില്ല ഒരു ദിവസം. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മിസ്സിങ് ഉണ്ടാവും? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല, കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഹലോ. Life will come to a standstill. എക്സാക്ട്ലി. എന്നാലും കുറച്ച് മൈനർ ആയ കാര്യങ്ങൾ, ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലും വലുതായി. രാവിലെ അലാറം വെച്ച് എണീക്കാൻ കഴിയില്ല. യെസ്. ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങാൻ പറ്റൂല. ഞാൻ അലാറം വെച്ച് എണീറ്റിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ പിന്നെന്താ അല്ലാതിരിക്കുക? നമുക്കാർക്കും വയസ്സാവില്ല. വെരി ഗുഡ്. കൂടണമെങ്കിൽ നമുക്കിങ്ങനെ 1 2 3 കൂടണല്ലോ അല്ലേ? നോ ടൈം അറ്റ് ഓൾ. ടൈം തന്നെ ഉണ്ടാവില്ല, പിന്നെ വയസ്സിന്റെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ടൈമും നമ്പർ ആണല്ലോ. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട പ്രശ്നം മാത്സ് നിറയെ പ്രശ്നങ്ങളാണെന്നാണ്. അപ്പോ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പണമാണ്. ദാറ്റ് ടു ഈസ് കൗണ്ടഡ് ബൈ യൂസിങ് നമ്പേഴ്സ്. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ, അത് ഓപ്പൺ ആക്കാനുള്ള പാസ്കോഡ് എഗെയിൻ നമ്പറാണ്. അങ്ങനെ തുടങ്ങി നമ്മളുടെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാത്സ് നമ്മൾ എവിടെയും കാണാറില്ല. മാത്സ് പഠിപ്പിക്കുന്ന ആളും പഠിക്കുന്ന ആളുകളും ഒക്കെ കാണുന്നല്ലാതെ നമ്മൾ നിത്യജീവിതത്തിൽ എവിടെയും കാണൂല. വൈഫൈ സിഗ്നൽ പോലെയാണ്. ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയൂല, എല്ലാം സ്മൂത്തായി പ്രവർത്തിക്കും. വൈഫൈ കട്ടായാൽ എല്ലാം ഡിസ്റപ്റ്റഡ് ആവും. അതുപോലെയാണ് മാത്സിന്റെ കാര്യം. ഇൻവിസിബിൾ ആയി എല്ലാത്തിൻ്റെയും പിറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്സ് ആണ്. സൂപ്പർ പവറാണ്. നമ്മൾ എപ്പോഴും ട്രോളായി കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. സൈൻ കോസ് തീറ്റ A+B² ഒക്കെ നമ്മൾ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതുപോലും നമ്മളുടെ ലൈഫ് സേവിങ് ആവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുള്ളത്. വെറുതെ സിമ്പിളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാര്യമായ
ചിന്തകളൊന്നും ഇല്ലാതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രോളുകളാണ്. നമുക്കൊരു കഞ്ഞി വെക്കണമെങ്കിൽ, ഒരു ചോറ് വെക്കണമെങ്കിൽ മാത്സ് വേണം, തുടങ്ങി അങ്ങോട്ട് എയും മെഷീൻ ലേണിങ്ങും ഒക്കെ മാത്സിന്റെ ഒരു ഫൗണ്ടേഷന്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ മാത്സ് എത്രത്തോളം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഇതില് സബ്ജക്റ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സ് ഒരു ഇൻഡിപെൻഡന്റ് സബ്ജക്റ്റ് ആണ്. പക്ഷേ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് രണ്ടും കൂടെ ഇല്ലെങ്കിൽ ഇതിന് നിലനിൽപ്പില്ല. അത്രയും ഡിപ്പെൻഡഡ് ആണ്. ഇപ്പം ഈ ഇക്കണോമിക്സിന്റെ ഒക്കെ ലാംഗ്വേജ് ആക്ച്വലി മാത്തമാറ്റിക്സ് ആയി മാറിയിട്ടുണ്ട്. പണ്ട് കാലത്തെ ഇക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകൾ നീളൻ സെന്റൻസുകളും നീളൻ വാക്കുകളും ഉണ്ടായിരുന്ന സെന്റൻസുകളിൽ നിന്ന് മാറിയിട്ട് പ്യുവർ നമ്പേഴ്സ് ആണ് എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകളിലെ പേജിൽ കാണാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡയഗ്രങ്ങളും മാത്സിലെ ഫോർമുലകളും നമ്പേഴ്സും തന്നെയാണ് കാണാൻ. ഫിസിക്സുകാർ പണ്ടേ പറയുന്നതാണ്, ഫിസിക്സ് എന്ന സബ്ജക്റ്റിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ മാത്സ് ആണ്. അത്രക്ക് ഓരോ സബ്ജക്റ്റുമായും വളരെ ക്ലോസ് ആയി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് മാത്തമാറ്റിക്സ്. നമുക്കാണെങ്കിൽ ഒരു ഗ്രേറ്റ് ട്രഡീഷൻ ഉള്ളതാണ്. ഇന്ത്യയിലെ 2 സ്ഥാപനങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. നമുക്കാണെങ്കിൽ മാത്തമാറ്റിക്സിൽ ലോകത്തിൽ തന്നെ എന്താ പറയല്, എണ്ണം പറഞ്ഞ ട്രഡീഷൻസ് ഉള്ള, സീറോയും ഡെസിമൽ പോയിന്റ്സും ഒക്കെ കണ്ടുപിടിച്ച, എന്താ പറയല്, പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന് കുറച്ചും കൂടി മീനിങ് കൊടുത്ത ഒരു രാജ്യവും കൂടിയാണ് നമ്മളുടേത്. അതേപോലെ ആര്യഭട്ട, ഭാസ്കര ടു, രാമാനുജൻ, ഹരീഷ് ചന്ദ്ര, CR റാവു തുടങ്ങിയ എണ്ണം പറഞ്ഞ മാത്തമാറ്റീഷ്യൻസ് ജീവിച്ചിരുന്ന നാടും കൂടിയാണ് നമ്മളുടേത്. മാത്സിന് നമുക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസരം തന്നെയാണ് നമ്മളെ മുന്നിലുള്ളത്. ഞാനൊരു ചെറിയ കഥ പറയാം. ഇന്നലെ ഞാനിത് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ, ഈ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുണ്ടാവുക ഗൂഗിൾ ആയിരിക്കും. അപ്പൊ ഗൂഗിളും കണക്കും തമ്മിലുള്ള ഒരു സ്റ്റോറി കണ്ടു. ഗൂഗിളിന്റെ പേര് ഇടാൻ വേണ്ടി ശ്രമിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട് അന്നേരം. ഗൂഗിളിന്റെ പേര് ശരിക്കും GOOGLE എന്നല്ല, GOOGOL എന്നായിരുന്നു പോലും ഇടാൻ വേണ്ടി തീരുമാനിച്ച പേര്. ഗൊഗോൾ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ 10⁻100 എന്നാണ്. 10 to the power of 100, 10 എന്ന് എഴുതിയിട്ട് മുകളിൽ 100 എന്ന് എഴുതുക എന്ന് പറഞ്ഞാൽ 1 എഴുതിയിട്ട് 100 പൂജ്യം ഇടുക. അത്രയും ബൾക്ക് ഡാറ്റ ഒരു സെർച്ച് എഞ്ചിന് പേരിടാൻ വേണ്ടി നോക്കുമ്പോൾ ഗൂഗിൾ ആണ് ഏറ്റവും നല്ല പേര് എന്ന് കണ്ടു. പക്ഷെ ഡൊമൈൻ ചെക്ക് ചെയ്യാൻ ഒരാള് ഡൊമൈൻ ചെക്ക് ചെയ്തു, ഡൊമൈൻ അവൈലബിൾ ആണെന്ന്, google.com അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്പെല്ലിംഗ് എറർ സംഭവിച്ച് ഗൂഗിളായി മാറിയതാണെന്നൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. അവിടെയും മാത്തമാറ്റിക്സിന്റെ ഒരു വേർഡായിരുന്നു ഈ ഗൂഗിളിന് വേണ്ടി കണ്ടുവച്ചത്. അങ്ങനെ നമുക്ക് നേരെ നമ്മളെ കണ്ടന്റിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്ന് കണ്ടാലൊന്ന് പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Yes. കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ കാണുന്നുണ്ട് സാർ. ഓക്കെ.
ഞാൻ ഇന്നലെ വെറുതെ ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കിയതാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, എന്നാലും ഒന്ന് സൂം ചെയ്താൽ ഫസ്റ്റിലത്തെ ഒരു സംഗതി കാണാൻ പറ്റുന്നുണ്ടോ? റോൾ ഓഫ് മാത്തമാറ്റിക്സ് ഇൻ ദ സേഫ് ലാൻഡിംഗ് ഓഫ് മിസ്സസ് സുനിത വില്യംസ് ഫ്രം ദ സ്പേസ്. ഈ ഒരു ചോദ്യം ഞാനിത് നിങ്ങൾക്ക് സ്ക്രീൻ കണ്ടാൽ മനസ്സിലാവും. ഈ ചോദ്യം ആരോടാ ചോദിച്ചതെന്ന്? ChatGPT-നോട് ചോദിച്ചതാണ്. സുനിത വില്യംസിനെ സേഫായി ലാൻഡ് ചെയ്യിക്കുന്നതിൽ മാത്തമാറ്റിക്സിന്റെ റോൾ എന്താണെന്ന്. നേരത്തെ ഞാൻ പറഞ്ഞു മാത്തമാറ്റിക്സ് ഇൻവിസിബിൾ ആണെന്ന്. നമ്മൾ ലാൻഡ് ചെയ്ത പേടകവും ഫിസിക്സും ഒക്കെ കാര്യമായി കണ്ടിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാത്തമാറ്റിക്സിന്റെ ഒരു ബ്രീഫിംഗ് ആണ് ChatGPT തന്നത്. ഇതിന്റെ നമ്മളുടെ തിരിച്ചു വരാനുള്ള റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ദൂരം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്പീഡ് കുറയ്ക്കുന്നത് ഫ്രിക്ഷൻ കൂടാതിരിക്കാൻ, അതിന്റെ ഹീറ്റ് ജനറേഷനും സ്പീഡും തമ്മിലുള്ള കാൽക്കുലേഷൻ, എപ്പോഴാണ് പാരച്യൂട്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ഏത് എലിവേഷനിലാണ് ഏത് ഹൈറ്റിലാണ് ചെയ്യേണ്ടത്, ഇതിന്റെ ഫ്യൂവൽ എഫിഷ്യൻസി, 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയുന്ന മാതിരി ഈ ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ നാവിഗേഷൻ ആൻഡ് ഗൈഡൻസ്, പ്രോപ്പർ ലാൻഡിങ് ആൻഡ് സക്സസ്ഫുൾ ലാൻഡിങ്, ഇതിന്റെ എല്ലാം പിറകിൽ മാത്തമാറ്റിക്സ് ആണ് ഉണ്ടായിരുന്നത്. അടുത്തൊരു സ്ലൈഡ് അഗെയിൻ നമ്മൾ ChatGPT-നോട് ചോദ്യം ചോദിച്ചാൽ വിച്ച് ഈസ് ദ മോസ്റ്റ് ഡിമാൻഡഡ് സബ്ജക്ട് ഇൻ ദ വേൾഡ് 2025. സ്റ്റിൽ ഞാൻ കുറച്ച് മുമ്പേ ഞാൻ കേട്ടിട്ടുണ്ട്, മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഗൂഗിൾ ChatGPT വരുന്നതിന്റെ മുമ്പേ ഈ മാത്തമാറ്റിക്സ് ആണ് ഓൾവേസ് 1ാം റാങ്കിൽ ഉണ്ടായിരുന്നത്. 2ാമതാണ് കമ്പ്യൂട്ടർ സയൻസ്. താഴോട്ടുള്ള ലിസ്റ്റ് ഞാൻ എടുത്തിട്ടില്ല. അത്രക്ക് മാത്തമാറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലോകത്തും കാലത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Then I'll take you through some of the career options related to mathematics. I have classified that options into 2 categories: the conventional opportunities and the new gen opportunities. Academics, academia and teaching, actuarial science, engineering, finance, accounting, economics, government and defense, physical sciences, etc. These are some of the examples only. List is not final. And the conventional career opportunities. ഇതിൽ ആക്ച്വറിയൽ സയൻസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സിജി തന്നെ ഒരു വെബിനാർ ചെയ്തിരുന്നു. ആൻഡ് കാലം മാറിയപ്പോൾ ന്യൂ ജനറേഷൻ മാത്തമാറ്റിക്സുകാരെ ഡിമാൻഡ് ചെയ്യുന്ന നമ്മളുടെ ദേവഗിരിയിൽ ഒരു മാത്തമാറ്റിക്സ് ഇക്കണോമിക്സ് കോമ്പിനേഷൻ കോഴ്സ് ഉണ്ട്. അതെടുക്കുന്ന പിള്ളേരെ വരെ മാത്തമാറ്റിക്സും ഇക്കണോമിക്സും ആണ് പഠിക്കുന്നതെങ്കിലും ഈ ടൈപ്പ് ജോലികളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മകളുണ്ടായിരുന്നു, അവളെയൊക്കെ ഈ ഒരു ടൈപ്പ് ജോലികളിലേക്കാണ് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡാറ്റ സയൻസ് ആൻഡ് AI, ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ്, സൈബർ സെക്യൂരിറ്റി, ഹെൽത്ത് ആൻഡ് ബയോടെക്നോളജി, എൻവയോൺമെന്റൽ സയൻസ്, ക്ലൈമറ്റ് ഡാറ്റ സയന്റിസ്റ്റ്, മോഡലിംഗ്, ക്ലൈമറ്റ് മോഡലിംഗ്, ബ്ലോക്ക് ചെയിൻ ഡെവലപ്പർ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് റിസർച്ചർ, ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ്, സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ്. സ്പോർട്സിന്റെ ഞാൻ കുറച്ചും കൂടി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗം വരുമ്പോൾ ഒന്നുകൂടെ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം. കൺവെൻഷണൽ അഗെയിൻ നമ്മൾ സ്റ്റാറ്റിയും കൂടെ പറഞ്ഞിട്ട് പോവാം. കൺവെൻഷണൽ ഓപ്ഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ടീച്ചിങ്, റിസർച്ച് ഒക്കെ അടങ്ങിയ അക്കാഡമിയ, 1ാമത്തെ സ്റ്റാൻഡേർഡ് മുതൽ അങ്ങ് ടിൽ ദ എൻഡ് റിസർച്ച് വരെ മാത്തമാറ്റിക്സുകാർ ആവശ്യമുണ്ട്. ഗവൺമെന്റ് ആൻഡ് പബ്ലിക് സെക്ടർ, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹെൽത്ത് കെയർ, ഫൈനാൻസ് ആൻഡ് ഇൻഷുറൻസ്, മാർക്കറ്റ് റിസർച്ച്, ബിസിനസ് അനലിസ്റ്റ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് മാനുഫാക്ചറിങ്. ആൻഡ് ന്യൂ ജനറേഷൻ options: data science and AI, technology, machine technology and big data analytics, fintech, sports and entertainment analytics, supply chain data scientists, cyber security and risk management, health and bioinformatics, business intelligence, it's repeating, social media analytics expert, customer analytics expert. ഇത് ഏറെക്കുറെ എല്ലാം അറിയുന്നതാണ്. ഇതിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇതിലൊരു സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് അനലിറ്റിക്സിൽ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആയിട്ടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പറഞ്ഞത്,
മിക്കവാറും പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിന്റെ കൂടെ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ നിർബന്ധമായിട്ടും വേണം. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങൾക്കും സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ട്, ഇൻക്ലൂഡിങ് റിയൽ ടൈം ഡിസിഷൻ ടേക്കിങ്ങിൽ വരെ ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ കോച്ചിന്റെ അടുത്തേക്ക് പാസ് ചെയ്യുന്ന രീതി ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കളിക്കാരനെ ഗ്രൗണ്ടിൽ നിന്ന് പിൻവലിക്കണമെങ്കിൽ അതിന് പകരം വേറൊരു കളിക്കാരനെ ഗ്രൗണ്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് വരെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ആള് പിന്നാമ്പുറത്ത് നിന്നിട്ട് റിയൽ ടൈമിൽ അനാലിസിസ് നടത്തിയിട്ട് കോച്ചിന് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡാറ്റ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു രീതി സ്പോർട്സിൽ സജീവമായി അഡോപ്റ്റ് ചെയ്ത് പോരുന്നുണ്ട്. അപ്പൊ അവിടെ പോലും സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ നമുക്ക് വിസിബിളായി നമ്മൾ കാണുന്ന കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. നമുക്കിപ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രിക്കറ്റിന്റെ പെർഫോമൻസിന്റെ ഗ്രാഫുകൾ വരുന്നു, അതൊക്കെ റിയൽ ടൈമിലാണ് സ്ട്രീമിംഗ് നടക്കുന്നത്. നമ്മളത് പിന്നീട് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യല്ല, പത്രക്കാരൊക്കെ അത് പിന്നീട് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യും. പക്ഷെ നമ്മൾ ലൈവ് ടെലികാസ്റ്റിന്റെ ഇടയിൽ അത് ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു കളിക്കാരന്റെ കരിയർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, കളിയുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോ പിന്നെ ഫിൻടെക് കമ്പനീസ്, അതിന്റെ ഒരു ബൂമുള്ള കാലമാണ് ഇപ്പോൾ. ഫിൻടെക് കമ്പനീസിലൊക്കെ മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ബേസിലുള്ള ആളുകൾ തന്നെയാണ് പോസ്റ്റിങ്ങിലേക്ക് വരുന്നത്. സോഷ്യൽ മീഡിയ അനലിറ്റിക്സ് എക്സ്പേർട്ട്, ചില ഐറ്റങ്ങൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. നിങ്ങളും ഞാനും ഒക്കെ ഇന്ന് ഉപയോഗിക്കുന്ന ഷർട്ടും പാൻറ്റും ഗാഡ്ജറ്റ്സും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പല സാധനങ്ങളും ഒരു അനലിസ്റ്റ് നമ്മളുടെ സോഷ്യൽ മീഡിയ യൂസേജോ നമ്മളുടെ ഓൺലൈൻ യൂസേജോ അനലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് സജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് നിങ്ങളും ഞാനും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് വാങ്ങിക്കുന്നതിൽ ഈ അനലിസ്റ്റിനും ഈ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ആൾക്കുള്ള റോള് ബൃഹത്തായതാണ്. നമ്മൾ ചിലപ്പോൾ അംഗീകരിക്കില്ല, ഞാൻ പോയി ഷർട്ട് എടുത്തതാണ്, ഈ ഷർട്ടിന്റെ കളർ ഞാൻ പോയി എടുത്തതാണ്, ഈ ഷൂ ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണെന്നൊക്കെ പറയാമെങ്കിലും അതിലേക്ക് സ്വാധീനിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് ഡാറ്റ അനലൈസ് ചെയ്തതായിരിക്കും. ആൻഡ് സ്ട്രേറ്റ് അവേ മൂവിങ് ഓൺ ടു ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആക്ച്വലി ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1989 സ്ഥാപിതമായത്. ഒരുപാട് കോഴ്സുകളൊന്നുമില്ല, കുറഞ്ഞ കോഴ്സുകളെ നടത്തുന്നുള്ളൂ. ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തിന്റെ സദേൺ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു സബായി തുടങ്ങിയ ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് പിന്നീട് 1998 ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി റീനെയിം ചെയ്യുന്നത്. അതുവരെ സാധാരണ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. ഒരു സ്വന്തമായി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും കോഴ്സ് നടത്താൻ പോലും അധികാരങ്ങളില്ലാത്ത യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിന്റെ PhDയും ബിച്ച് പിലാനിന്റെ സർട്ടിഫിക്കറ്റ്സും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ മധ്യപ്രദേശ് ബോജ് യൂണിവേഴ്സിറ്റിന്റെ അഫിലിയേഷൻ ഒക്കെ ആയിരുന്നു ഉള്ളത്. അങ്ങനെ വന്ന് 2006 സമയത്ത് നമ്മുടെ UGC 1956 ആക്ട് സെക്ഷൻ 3 പ്രകാരം ഗവൺമെന്റ് ഇതിനെ ഒരു യൂണിവേഴ്സിറ്റിയായി റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ അതൊരു ഇൻഡിപെൻഡന്റ് യൂണിവേഴ്സിറ്റിയാണ് CMI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്ന് സിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഒരു 30-35 കിലോമീറ്റർ ദൂരം ശിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ സ്ഥാപനം ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊഫൈലാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. മാത്തമാറ്റിക്സിലെ ഒരു അവസാന വാക്കാണ് നമ്മളുടെ ഒരു സ്ഥാപനം വൈസ് നമ്മൾ എടുക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു എന്താ പറയുക അഡ്രസ് ആണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹൈ പ്രൊഫൈൽ ഫാക്കൽറ്റിയാണ്. സ്റ്റുഡൻറ് ആൻഡ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഉണ്ട് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട്. അതാണ് മൂന്നാമത് എഴുതിയിരിക്കുന്നത്. കൊളാബറേഷൻ വിത്ത് ഇക്കോൾ നോർമൽ സുപ്പീരിയോ എന്ന് പറയുന്ന ENS പാരീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ചില്ലറക്കാരല്ല. ആ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾ മാത്രം 11 നൊബേൽ ലൗറേറ്റ്സ് ഉണ്ട്. 7 പേര് ഫീൽഡ്സ് മെഡൽ നേടിയവരുണ്ട്. ഫീൽഡ്സ് മെഡൽ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലെ നൊബേൽ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു മെഡലാണ്. അപ്പൊ 11 നൊബേൽ ലൗറേറ്റ്സിനെയും 7 ഫീൽഡ്സ് മെഡൽസിനെയും സംഭാവന ചെയ്ത ENSുമായി ടൈപ്പ് ഉണ്ട്. സ്റ്റുഡൻസിന് ENSൽ പോകാം. ENSലെ സ്റ്റുഡൻസിന് ഇവിടെ വന്ന് പഠിക്കാനുള്ള ഓപ്ഷനുള്ള ഒരു സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹയർ സ്റ്റഡീസിന് ബൃഹത്തായ ഓപ്ഷൻസ് ആണ്. ഇന്ത്യയിലും പുറത്തും
എണ്ണപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം ഇന്റേൺഷിപ്പും ഹയർ സ്റ്റഡിയും ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഹൈ ക്വാളിറ്റി റിസർച്ച് ഔട്ട്പുട്ട്സിന് പേര് കേട്ടത്. പേരിന് വേണ്ടി PhD ചെയ്യുന്നതിന് പകരം റിസർച്ച് ഔട്ട്പുട്ട്സ് ക്വാളിറ്റി ഉള്ള ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷനും ലിങ്കേജും റെലവൻസും ഉള്ള റിസർച്ച് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ ഇഷ്ടം പോലെ ഫണ്ട് ഗവൺമെന്റിൻ്റെതും കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ടഡ് ആണ്. പ്ലസ് കോർപ്പറേറ്റ് ഫണ്ടിങ്ങും കിട്ടുന്നുണ്ട്. കോർപ്പറേറ്റ് ഫണ്ടിങ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ലിങ്കേജ്, അക്കാഡമിയ ഇൻഡസ്ട്രി ലിങ്കേജ് സ്ട്രോങ് ആണ്, ഔട്ട്പുട്ട് ക്വാളിറ്റി ഉള്ളതാണ്. ഇതില്ലെങ്കിലൊന്നും കോർപ്പറേറ്റ് ഫണ്ടിങ് ഒന്നും വെറുതെ കിട്ടൂല. ബെസ്റ്റ് പ്ലേസ്മെന്റ് അക്രോസ് ദ വേൾഡ്. ബെസ്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റഡ് ആകുമ്പോൾ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കൊന്നും പോവാതെ തന്നെ ഒന്നാം തരം റിക്രൂട്ട്മെന്റ് ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്. അറൗണ്ട് ലാസ്റ്റ് ഇയർ ഒക്കെ പരിശോധിക്കുമ്പോൾ അറൗണ്ട് നിയർലി 20 lakhs ആണ് ആവറേജ് സാലറി ഓഫർ ചെയ്യുന്നത് മാത്തമാറ്റിക്സിൽ ഒരു ഗ്രാജുവേറ്റഡ് ആകുമ്പോൾ. പിന്നെ ഹയർ സ്റ്റഡീസ് ഇവരുടെ ഒരു ഹിസ്റ്ററി കാണാൻ വേണ്ടിയാണ്, ഒരു വാല്യൂ കാണാൻ വേണ്ടിയാണ് ഹയർ സ്റ്റഡീസിന് പിള്ളേർ പോയിരിക്കുന്നത്. കാൽടെക്, ചിക്കാഗോ, ജോൺസ് ഹോപ്കിൻസ്, പിന്നെ നേരത്തെ പറഞ്ഞ ഞാൻ റെഡിൽ എഴുതിയതാണ് ENS, യൂണിവേഴ്സിറ്റി ഓഫ് പാരീസ്, മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബോൺസ് ജർമ്മനി, നമ്മളുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അലൂമിനായി. നമ്മൾ സ്ഥാപനത്തിന്റെ ഒരു വാല്യൂ ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഗൂഗിൾ, വെൽസ് ഫാർഗോ, അമേരിക്കൻ എക്സ്പ്രസ്, IITs, ഇമ്പീരിയൽ കോളേജ് UK. ഇമ്പീരിയൽ കോളേജിലൊക്കെ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചിങ് മെമ്പേഴ്സിൽ നമ്മളുടെ CMIന്റെ പ്രോഡക്ട്സ് ഉണ്ട്. ബെർലിൻ മാത്തമാറ്റിക്കൽ സ്കൂൾ, എല്ലാവരും പ്ലേസ്ഡ് ആണ്. നമുക്ക് പ്രോഗ്രാംസിലേക്ക് കിടക്കാം. കുറച്ച് പ്രോഗ്രാംസേ ഉള്ളൂ, ജസ്റ്റ് ഞാനൊന്ന് ഇതിലെ കടന്നു പോകുന്നേ ഉള്ളൂ. BSc പ്രോഗ്രാംസ് 2 എണ്ണമാണ് CMI ഓഫർ ചെയ്യുന്നത്. ഒന്ന് BSc ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ജോയിന്റ് ആണ്, മാത്തമാറ്റിക്സ് അലോൺ അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആണ്. ക്ലോസ്ലി റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് ഇവർ ലിങ്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് BSc ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ആണ്. രണ്ടും ഇരട്ടകളാണ് ആക്ച്വലി. 3 year ഡിഗ്രീസ് ആണ്. യോഗ്യത നമ്മളെ +2 ഓർ ഇക്വിവലന്റ് ആണ്. അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട്. പെർ സെമസ്റ്റർ 1,25,000 ഫീസ് ഉണ്ട് 2025-26 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്. പലതരം സ്കോളർഷിപ്പുകൾ ഉണ്ട്. 0 വെയ്വർ കിട്ടുന്ന സ്കോളർഷിപ്പ് മുതൽ ഒരു 10-30 കുട്ടികൾക്ക് മാസം 5,000 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ വരെ അവൈലബിൾ ആണ്. അതാണ് കോഴ്സുമായി ബന്ധപ്പെട്ട. പിന്നെ മാത്സ് ഒളിമ്പിയാഡിൽ പങ്കെടുത്ത് നല്ല എക്സെപ്ഷണൽ പെർഫോമൻസ്, വെറുതെ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് പോരാ, എക്സെപ്ഷണൽ പെർഫോമൻസ് ഉള്ള പിള്ളേർക്ക് ഇവർ നടത്തുന്ന നേരത്തെ പറഞ്ഞ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതെ നേരെ ഇന്റർവ്യൂവിലേക്ക് കടന്നിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അത് ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. കമ്പ്യൂട്ടിംഗ് ഒളിമ്പിയാഡിൽ പങ്കെടുത്ത കുട്ടികളുണ്ട്. കാരണം അവിടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ടല്ലോ. ഈ 2 ഒളിമ്പിയാഡിലും പങ്കെടുത്താൽ പോരാ, നല്ല എക്സലന്റ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഡയറക്റ്റ് പോകാം. പിന്നെ മാസ്റ്റേഴ്സ് ആണ്. MSc പ്രോഗ്രാംസ് 3 എണ്ണമാണ് ചെയ്യുന്നത്. MSc ഇൻ മാത്തമാറ്റിക്സ്, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് MSc ഇൻ ഡാറ്റ സയൻസ്. 2 years ആണ്. ഗ്രാജുവേഷൻ ആണ് യോഗ്യത. BA, BSc, BE, BTech. ഇതിനൊരു എക്സാമിനേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ സയൻസിന് അല്ലാത്തതിന് തന്നെ 1.25 ലക്ഷം ഫീസ് ഉണ്ട്. ഡാറ്റ സയൻസ് വരുമ്പോൾ ഏകദേശം 2.5 ലക്ഷം ഫീസ് ഉണ്ട്. സ്കോളർഷിപ്പുകളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് മോസ്റ്റ് റിനൗണ്ട് PhD പ്രോഗ്രാംസ് ആണ്. മാത്തമാറ്റിക്സിലുണ്ട്, കമ്പ്യൂട്ടർ സയൻസിലുണ്ട്, ഫിസിക്സിലുണ്ട്. അതായത് ഇവർക്ക് മാസ്റ്റേഴ്സിലുള്ള എല്ലാറ്റിലും PhD ഓഫർ ചെയ്യുന്നുണ്ട്. പല ചാനലിലാണ് PhDക്കൊക്കെ അഡ്മിഷൻ ഉള്ളത്. ജസ്റ്റ് UGC, CSIR, നെറ്റ്, ഗേറ്റ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ റാങ്കിങ് അനുസരിച്ചാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അത്ര കോഴ്സിന്റെ കാര്യം അത്രേ പറയാനുള്ളൂ. ആപ്ലിക്കേഷൻ ഇപ്പോൾ ലൈവ് ആണ്. ലാസ്റ്റ് ഡേറ്റ് 15/4 ആണ് ഫീ അടയ്ക്കാനുള്ള, April 15. എക്സാമിനേഷൻ 24 മെയ് 25 എക്സാമിനേഷൻ നടക്കുന്നത്. എന്ന് പറഞ്ഞപ്പോൾ ലൈവായി ഇരിക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ആൻഡ്
നമുക്കൊന്ന് സ്വിച്ച് ചെയ്യാണ്, നമ്മൾ വേറെ ഒന്നിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ഉത്തരം പറയണേ. ഹലോ, ഓഡിബിൾ അല്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കണേ. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ ഓഡിബിൾ ആണ്. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാനൊരു ചോദ്യം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ഉത്തരം പറയാമോ? Total weight of a lady wearing 62.5 pound of gold ornaments is 62.5 kg. What will be her weight after removing the ornaments? ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യോ? പറഞ്ഞാൽ മതി, ഇല്ല ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാലും മതി. ഹലോ, നമ്മൾ മാത്സ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഷ മെഹർ, ബ്ലെസിൻ വിൽസൺ, സംതിങ്. എത്രയാണ് അസ്കർ സാറേ? അസ്കർ സാറിന്റെ വോയിസ് പോലെ ഉണ്ടല്ലോ. 5-4 സംതിങ് ആണോ ചോദിക്കുക? ചാറ്റ് ബോക്സിൽ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്, സാർ ഒന്ന് നോക്കുവോ? 62.5 61.875 എഴുതിയിട്ടുണ്ട്. അത് 61 കിലോ 875 ഗ്രാം ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശം തോന്നുന്നു. ഈ പവൻ എന്ന് പറയുന്ന സാധനത്തിന് ഒരു പ്രശ്നമുണ്ട്. പവന് നമ്മൾ വളരെ കുറഞ്ഞ നമ്മളുടെ കാൽക്കുലേഷൻ അതാ വന്നിട്ടുണ്ട്. കറക്റ്റ് കാൽക്കുലേഷൻ എന്താ കാൽക്കുലേറ്റ് ചെയ്താ വന്നിട്ടുണ്ട്. ഫോർമുല അടക്കം വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ഫാത്തിമ ഷിഹാന, സോറി സാവിത്രി പി കെ. എനിവേ കൺഗ്രാറ്റുലേഷൻസ്. നമ്മളെ ഈ സൗത്ത് ഇന്ത്യയിലാണ് പോലും ഈ പവൻ എന്ന് പറയുന്ന അളവ് ഇത്ര വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. വേറൊരു സ്ഥലത്തും ഇത്രയും ഉപയോഗിക്കുന്നില്ല. ഗ്രാം തന്നെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ഒരു മെഷറിംഗ് മെത്തേഡ്. ഏതായാലും സ്വർണത്തിന്റെ കണക്കായതുകൊണ്ട് ഉത്തരം പറഞ്ഞ ആളുകൾ സ്വർണവുമായി ഏറ്റവും അടുത്ത ആളുകളാണെന്ന് തോന്നുന്നു. ഓക്കെ, 62 kg അല്ലേ ആൻസർ? നമുക്ക് പ്രൊസീഡ് ചെയ്തൂടെ? ക്ലിയർ അല്ലേ? നമുക്ക് പ്രൊസീഡ് ചെയ്തൂടെ? ഓക്കെ, ലെറ്റ്സ് പ്രൊസീഡ്. നമ്മൾ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കിടക്കുകയാണ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്. കോഴ്സുകൾ, ഒരുപാട് കോഴ്സുകളുണ്ട്. കോഴ്സുകളൊക്കെ നമുക്ക് ബ്രോഷർ നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ട്. എന്നാൽ ഇതിന്റെ ഒരു സ്ഥാപകനായ PC മഹാലാനോബിസിനെ കുറിച്ചും ISIയെ കുറിച്ചും കുറച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നീതികേടാവും. കാരണം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ യാത്രയിൽ ഇത്രയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സയന്റിസ്റ്റ് ആണ് PC മഹാലാനോബിസ്. നേരത്തെ നമ്മൾ കണക്കിനെ കൊണ്ട് പറഞ്ഞ പോലെ ഇതും ഇൻവിസിബിൾ ആണ്, ഇദ്ദേഹവും ഇൻവിസിബിൾ ആണ് പല ഭാഗത്തും. പക്ഷെ നമ്മളുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ, എസ്പെഷ്യലി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ പ്ലാനിങ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ, നമ്മൾ പട്ടിണിയിലും പരിവട്ടത്തിലും ആയിക്കൊണ്ടിരുന്ന കാലത്ത് നമുക്കൊരു എസ്കേപ്പ് വെലോസിറ്റി കിട്ടാൻ കാരണക്കാരനായ ഒരു സയന്റിസ്റ്റ് ആണ് ഈ PC മഹാലാനോബിസ്. ഇദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ പേരാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിന് 4 സെന്റേഴ്സ് ആണുള്ളത്: ഡൽഹി, ബംഗളൂരു, ചെന്നൈ ആൻഡ് തേസ്പൂർ. തേസ്പൂർ എന്ന് പറയുന്നത് ആസാമിലാണ്. പിന്നെ വേറെ ഇന്ത്യയിലെ പല സിറ്റികളിലും ഇവർക്ക് ഓഫീസസ് ഉണ്ട്. പല പ്രോജക്ട്സും ക്വാളിറ്റി കൺട്രോളുമായി ബന്ധപ്പെട്ട പ്രോജക്ട്സ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ 4 കാര്യങ്ങളാണ്, 4 സെന്റേഴ്സ് ആണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ നേരത്തെ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ സ്ഥാപനം എന്നല്ല പറയുന്നത്, ഇത് ലോകത്തിലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്.
എണ്ണം പറഞ്ഞ സ്ഥാപനമാണ്. ഇവർ നടത്തുന്ന കോഴ്സുകളും ഇവരെ വർക്കുകളും ഒക്കെ അത്രയ്ക്ക് എണ്ണം പറഞ്ഞാണ്. ഹൈ പ്രൊഫൈൽ ഫാക്കൽറ്റിയാണ്. ഇത് ഒരു യൂണിവേഴ്സിറ്റി അല്ല, അത് ഓർക്കണം. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്, ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ്. ഇൻഡസ്ട്രിയൽ ക്വാളിറ്റി കൺട്രോളില് ലോകത്തിലെ തന്നെ ഒരു പയനിയർ ആണ്. അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസും അടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൊരു എട്ടാമത് ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സ്ഥാപനവും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ലെഗസി ഓഫ് സെർവിങ് ദ നാഷൻ. ഒരു അക്കാഡമിക് കോഴ്സും അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സ്ഥാപനവും ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും എന്താ പറയുക തെളിഞ്ഞ ഉദാഹരണമാണ് ISI. കൊളാബറേഷൻ വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, UN, വേൾഡ് ബാങ്ക് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി PC മഹാലാനോബിസ്. ഇദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക് പറയാതെ നമുക്ക് ഈ സ്ഥാപനത്തിലെ കോഴ്സിനെ കുറിച്ചൊന്നും പറയാൻ പറ്റൂല. ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്, ഇദ്ദേഹം കോയിൻ ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്, ഇന്ന് മെഷീൻ ലേണിംഗിൽ അടക്കം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മഹാലാനോബിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട്, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ 5-year പ്ലാൻസ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നതിലെ പ്രധാന ചാലക ശക്തിയായിരുന്നു. പിന്നെ നെഹ്റു മഹാലാനോബിസ് മോഡൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മഹാലാനോബിസ് ആണ് അതിന്റെ ശില്പി, പക്ഷെ നെഹ്റുവിന്റെ പേരും കൂടെ ചേർത്താണത് ചില ലിറ്ററേച്ചറുകളിലൊക്കെ പറയുന്നത്. അതിന്റെ കാരണം ഞാൻ പറയാം. ഇദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ സ്റ്റഡീസ് ഒക്കെ ബംഗാളിലെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട വളരെ എന്താ പറയുക ഗ്രൗണ്ട് ലെവലിലെ മാസീവ് സാമ്പിൾ കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ആയിരുന്നു. ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട് എന്തിലൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവാനാണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, ഫ്ലഡ് കൺട്രോൾ വരെ, ഇദ്ദേഹത്തിന്റെ സോയിലുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ, ഫ്ലഡ് കൺട്രോൾ വരെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ലോക പ്രശസ്തമായ ഒരു ജേണൽ ഉണ്ട്, ഇന്റർനാഷണൽ ജേണലാണ്. അതിന്റെ പേരാണ് സംഖ്യ. അത് ISI ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് അതിന്റെ ബ്രെയിൻ ആയിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ജേണലാണ്. 1920, അതായത് 20 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾക്ക് സ്ഥാപനങ്ങളൊന്നുമില്ല. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1920 മുതൽ 1930 ഒരു പകുതി വരെ ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ ഡാറ്റകളും പേഴ്സണലി കൈകാര്യം ചെയ്തിരുന്ന കക്ഷിയാണ്. നമുക്കൊരു ചെറിയൊരു ക്ലാസ്സിലെ കുട്ടികളുടെ ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പരാജയം സംഭവിക്കുന്ന കാലത്ത് ഇന്ത്യ എന്ന രാജ്യത്തെ മെറ്റീരിയോളജിക്കൽ ഡാറ്റ, റെയിൻഫോളുമായി ബന്ധപ്പെട്ട ഡാറ്റ, സോയിലുമായി ബന്ധപ്പെട്ട ഡാറ്റ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഡാറ്റ, ഇങ്ങനെ തുടങ്ങിയ ഒരു രാജ്യത്തിന്റെ ഡാറ്റ സിംഗിൾ ഹാൻഡഡ്ലി കൈകാര്യം ചെയ്ത ഒരാളാണ് ഈ മഹാലാനോബിസ് എന്ന് പറയുന്നത്. ഇതിലിനി ഞാൻ നെഹ്റു മഹാലാനോബിസ് എന്ന് പറയുന്നതിനൊരു സാധനം പറഞ്ഞ കോഴ്സിന്റെ കാര്യം എനിക്കൊരു 2 മിനിറ്റ് പറയാനേ ഉള്ളൂ. ഈ ഒന്നാമത്തെ 5-year പ്ലാൻ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പട്ടിണിയിലായതുകൊണ്ട് തന്നെ കൃഷിക്കായിരുന്നു പ്രധാന മുൻഗണന കൊടുത്തത്. രണ്ടാമത്തെ പ്ലാൻ വന്നപ്പോൾ നെഹ്റു കുറച്ചും കൂടി ചിന്ത കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു, നമ്മളെ ടാർഗറ്റ് കുറച്ചും കൂടി മികച്ചതാക്കി. അങ്ങനെയാണ് നെഹ്റുവും മഹാലാനോബിസും കൂടി സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ബിൽഡ് ചെയ്യുന്നത്. മോഡൽ ബിൽഡ് ചെയ്യുന്നത് മഹാലാനോബിസ് ആണ്. അങ്ങനെ നെഹ്റുവിന്റെ ആശയവും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലായി വരുന്നു. ഇതാണ് രണ്ടാമത്തെ പ്ലാൻ മോഡൽ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നടക്കുന്നത് ഈ പട്ടിണിയിൽ നടക്കുന്ന രാജ്യത്തിന് ഹെവി ഇൻഡസ്ട്രീസ്, അതായത് മെഷീൻ മേക്കിംഗ് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചർച്ച നടക്കുന്ന സമയത്താണ് ഇവർ രണ്ടും കൂടി ഹെവി ഇൻഡസ്ട്രീസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം വേറൊരു വിഭാഗം ആർഗ്യൂ ചെയ്യുന്നത് നമുക്ക് കൺസ്യൂമർ ഗുഡ്സും തിന്നാനുള്ള ഭക്ഷണവും ഒക്കെയാണ് വേണ്ടത്. അപ്പം പറഞ്ഞ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, ഭാവിയിൽ ഇതൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്ന മെഷീൻ മേക്കിംഗ് ഇൻഡസ്ട്രീസ് ആണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഹെവി ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തിട്ട് അതാണ് ഇന്ത്യ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി അച്ചീവ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞ അതാണ്. അവിടെ നിന്നാണ് നമ്മൾ ഹെവി ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങും. സോ നമുക്ക് നമ്മളുടെ കാതലായ കാര്യത്തിലേക്ക് കടക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി, 3 ബാച്ചിലേഴ്സ് ഡിഗ്രീസ് ആണ് ISI ഓഫർ ചെയ്യുന്നത്. BStat ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓണേഴ്സ് ആണ്. BMaths ബാച്ചിലർ ഓഫ് മാത്തമാറ്റിക്സ് ഓണേഴ്സ് ആണ്. 3-year ഡിഗ്രീസ് ആണ് ഇത് രണ്ടും. ഒന്ന് ഞാൻ സെപ്പറേറ്റ് പറയും, അതിന് വേറൊരു കാര്യമുണ്ട്.
10+2 ആണ് യോഗ്യത. ISI അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. മന്ത്ലി 5000 രൂപ സ്റ്റൈപ്പൻഡ് കിട്ടും. ഒന്നാമത്തെ സ്റ്റാറ്റ് നടത്തുന്നത് കൊൽക്കത്ത സെന്ററിലാണ്. മാത്സ് നടത്തുന്നത് ബാംഗ്ലൂരിലാണ്. മൂന്നാമത്തെ കോഴ്സാണിത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ് ആണ്. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ പറയാനുള്ളത് കൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്തത്. ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസ്. ഇത് 4 ഇയർ ഓണേഴ്സ് ഡിഗ്രിയാണ്. 10+2 ആണ് യോഗ്യത. മാത്തമാറ്റിക്സ് ആവാം, അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആവാം, പക്ഷേ ഇംഗ്ലീഷ് നിർബന്ധമാണ്. 75% മാർക്ക് വേണം. മറ്റ് 2 കോഴ്സുകൾക്ക് 5000 രൂപ സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഈ കോഴ്സിന് ഒരു സെമസ്റ്ററിന് 1 ലക്ഷം രൂപ ഫീസ് ഉണ്ട്. കൊൽക്കത്ത, ഡൽഹി, ബാംഗ്ലൂർ 3 സെന്ററുകളിൽ ഹൈബ്രിഡ് മോഡിലാണ് നടത്തുന്നത്. ഹൈബ്രിഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഈ 3 സെന്ററുകളിൽ എവിടെയെങ്കിലും ഒരിടത്തുനിന്നേ ക്ലാസ് എടുക്കും ഒരേ സമയം. മറ്റ് 2 സെന്ററുകളിലും വീഡിയോ ടെലികാസ്റ്റിംഗ് ആണ് കൊടുക്കുക. അങ്ങനെ പ്യുവർ ഹൈബ്രിഡ് തന്നെയാണ്. കുറച്ച് പിള്ളേർക്ക് റിയൽ ടൈം ക്ലാസ് കിട്ടുമ്പോൾ കുറച്ച് പിള്ളേർ ലൈവിലായിരിക്കും. ഈ കോഴ്സിന് 2 ഓപ്ഷൻസ് ഉണ്ട്. 3 ഇയർ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓണേഴ്സ് ഇല്ല, സാധാ ഡിഗ്രി കിട്ടും. 1 വർഷം കൂടി നമ്മൾ കോഴ്സ് വർക്ക് എടുത്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതേ ബാച്ചിലർ മാസ്റ്റേഴ്സ് ആയിട്ട്, ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ആയിട്ട് ഇറങ്ങാം. അതാണ് ഈ കോഴ്സിന്റെ ഒരു ഫ്രെയിം വർക്ക്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ വർഷത്തേക്ക് എടുക്കുമ്പോൾ 2024 അല്ലെങ്കിൽ 2025 JEE മെയിൻ നോക്കും. 2025 CUET നോക്കും. CUET ആകുമ്പോൾ മാത്സും ഇംഗ്ലീഷും കമ്പൽസറി ആണ്. 2024 CUET റിസൾട്ടും സ്കോറും നോക്കും. മാസ്റ്റേഴ്സ് 7-8 മാസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരു 5 മാസ്റ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. MStat നേരത്തെ പറഞ്ഞ BStatന്റെ മാസ്റ്റേഴ്സ് ആണ്. മാസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാസ്റ്റർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് നേരത്തെ പറഞ്ഞു. പിന്നീടുള്ളത് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സ്. ഈ ഇക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും എപ്പോഴും സയാമീസ് ആണ്. മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ക്വാളിറ്റി മാനേജ്മെന്റ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ഇത് ഒരു സെയിം പാറ്റേണിലുള്ള ഒരു 5 മാസ്റ്റേഴ്സ് ആണ്. 3 വർഷം ഡിഗ്രി ആണ് വേണ്ടത്. എനി ഡിസിപ്ലിൻ ആയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ബൈ റൂൾ. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തറോ ആയ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസ് അനിവാര്യമായിരിക്കും ഈ സാധനങ്ങളൊക്കെ പഠിക്കാൻ. 2 ലെയർ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റീവും ഒരു ഡിസ്ക്രിപ്റ്റീവും. 8000 രൂപ മന്ത്ലി സ്റ്റൈപ്പൻഡും കിട്ടും. അടുത്തത് സെപ്പറേറ്റ് പറയേണ്ടത് കൊണ്ടാണ് 2 ഇയേഴ്സ് മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി ഇൻ ക്രിപ്റ്റോളജി ആൻഡ് സെക്യൂരിറ്റി. ഇത് MTech കോഴ്സ് ആണ്. 4 ഇയർ ആണ്. 4 ഇയർ BTech BE ആണ് ഒരു ടൈപ്പ് യോഗ്യത. പിന്നെ പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ആണ്. 12th സ്റ്റാൻഡേർഡിൽ മാത്സ് പാസ്സായിരിക്കണം. ഇതിനും അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. കുറച്ച് സീറ്റ് ഗേറ്റ് ചാനലിൽ, ഗേറ്റിന്റെ റാങ്ക് അനുസരിച്ചുള്ള ചാനലിലൂടെയും നടത്തുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനും സ്ഥാപനങ്ങൾക്കും ഒക്കെ സ്പോൺസേർഡ് സ്റ്റുഡൻസിനെ സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12,400 രൂപ പെർ മന്ത് സ്റ്റൈപ്പൻഡ് കിട്ടും. വേറൊരു മാസ്റ്റേഴ്സ് ആണ് മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി ഇൻ ക്വാളിറ്റി, റിലയബിലിറ്റി ആൻഡ് ഓപ്പറേഷൻസ് റിസർച്ച്. ഇതൊക്കെ ഇവരുടെ സ്ട്രോങ് ഹോൾഡ് ആണ്, ഈ ക്വാളിറ്റി കൺട്രോളും ഓപ്പറേഷൻ റിസർച്ച് ഒക്കെ. മസ്റ്റ് ഹാവ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി എക്സെട്ര. 12th ഫിസിക്സ്, മാത്സ് പഠിച്ചിരിക്കണം. മാസ്റ്റേഴ്സ് ഓപ്പറേഷൻ റിസർച്ചിൽ മാസ്റ്റേഴ്സ് ഉണ്ടാവുക. അങ്ങനെ കുറെ യോഗ്യതകളുണ്ട്. അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സീറ്റ് ഗേറ്റ് ചാനലുണ്ട്. ഗേറ്റ് ചാനലിൽ നമുക്ക് ടോട്ടൽ സീറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് സൂപ്പർ ന്യൂമററി ആയിട്ടെങ്കിലും ആ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറൊരു മാസ്റ്റേഴ്സ് ആണ് മാസ്റ്റർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MTech കമ്പ്യൂട്ടർ സയൻസ്. 4 ഇയർ BTech BE. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട്. 12th മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. കൊൽക്കത്തയാണ്. ഇതിനും അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. ഗേറ്റ് ചാനൽ ഉണ്ട്. സ്പോൺസർ കാൻഡിഡേറ്റ്സ് ഉണ്ട്. സ്ഥാപനങ്ങൾക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്യാം. അവർ അത്യാവശ്യം നല്ലോണം ഫീസ് കൊടുക്കണം. സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സ് സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുകയാണല്ലോ. പിന്നെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിറ്റിക്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ മാനേജ്മെന്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അനലിറ്റിക്സ്. 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് കോഴ്സറയിലാണ് നടത്തുന്നത്. ഈ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കോഴ്സറ പ്ലാറ്റ്ഫോമിലാണ് നടത്തുന്നത്.
ഇപ്പൊ ലൈവാണ്, ഓപ്പൺ ആണ്. 28/2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 26/3 23 26-ാം തീയതിയാണ് ഇതിന്റെ ക്ലോസ് ചെയ്യുന്നത്. 11/5 മെയ് 11 അഡ്മിഷൻ ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇതില് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ സയൻസിന് മാത്രം 4/4 സ്റ്റാർട്ട് ചെയ്ത് 31/5 ക്ലോസ് ചെയ്യുന്നത്. That's all from my side and my presentation is over. നമുക്കിനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഉത്തരം പറയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ എക്സ്പേർട്ടുകളൊക്കെ ഈ ഗ്രൂപ്പിലുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ഞാൻ ഷെയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുള്ളത്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ മാത്തമാറ്റിക്സിന് ബേസിക്കലി നാട്ടിലൊരു ക്ലീഷേ ദുഷ്പേരുണ്ട്. എന്താ പറയാ, മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള ഒരു തരം സംസാരം നമ്മളെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ കുട്ടികൾ ഈ മാത്സിനോട് അടുക്കാൻ എപ്പോഴും ഒരു വിമുഖത ഉണ്ട്. ഇതിൽ ഇവര് പല ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് വരെ പറയുന്നത്, മാസ്റ്റേഴ്സിന് വരെ പറയുന്നത് എനി 3 ഇയർ ഡിഗ്രി ഒക്കെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളൊരു മാത്തമാറ്റിക്കൽ സ്കില്ലല്ല ആക്ച്വലി വേണ്ടത്. സ്കില്ല് നമുക്ക് മാത്തമാറ്റിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു മാത്തമാറ്റിക്സിനോടുള്ള ഒരു താല്പര്യവും ഒരു മാത്തമാറ്റിക്കൽ ഒരു ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും കൂടി ഉണ്ടെങ്കിൽ സ്കില്ല് പിന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനാണല്ലോ നമ്മൾ കോഴ്സ് ചെയ്യുന്നത്. കോഴ്സ് ചെയ്യുമ്പോൾ സ്കില്ല് തന്നെ ഡെവലപ്പ് ആയിക്കോളും. പക്ഷെ ഈ സാധനം കുട്ടികൾ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ ദ ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും മാത്തമാറ്റിക്സിനോട് ഒരു പ്രണയവും ഉണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ശരിക്കും ഇതിലേക്ക് പറഞ്ഞ് കൊടുക്കേണ്ട പിള്ളേരാണ്. അവര് സ്കിൽഡ് അല്ലെങ്കിലും, ചെറിയ 12th ആണ്, മാത്സിൽ ഇച്ചിരി മാർക്ക് കുറവാണെങ്കിൽ പോലും ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് രണ്ടും. ഒരുപാട് സ്കോളർഷിപ്പുകൾ ഉണ്ട്. ഇപ്പോൾ CMIയിൽ അത്യാവശ്യം ഫീസ് ഉണ്ട്. എന്നാൽ പോലും അത് 0 വരെയായി വെയ്വർ ചെയ്ത് കൊടുക്കുന്ന ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ നോക്കിയിട്ട് 0 വരെയായി വെയ്വർ ചെയ്ത് കൊടുക്കാൻ സ്വന്തം യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ ഒരു അഡ്മിഷൻ കമ്മിറ്റി തീരുമാനിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. സർ, ചാറ്റിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അഷ്റഫ്, ISI മാത്തമാറ്റിക്സിൽ എൻട്രൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പ്രവേശന പരീക്ഷ ഉണ്ടോ? അതിന്റെ ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് സ്ലൈഡ് കണ്ടത് അതിന്റെ ഡേറ്റ് ആണ്, ആ എക്സാമിന്റെ ഡേറ്റ്. സാറേ, അവിടെ കാര്യം എങ്ങനെയാ? എൻട്രൻസ് എക്സാം ആണോ? യെസ്, അവിടത്തേക്കോ? എൻട്രൻസ് ഉണ്ട്, എൻട്രൻസ്. അതിന്റെ ഡേറ്റ് ഞാൻ കാണിച്ചിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം കൂടെ കാണിക്കാം അതിന്റെ ഡേറ്റ്. ISI അഡ്മിഷൻ ടെസ്റ്റ് 11/5/2025 മെയ് 11-ാം തീയതിയാണ്.
വിശ്വാസ് ഇവിടൊക്കെ സബ് ഏതാ വരുന്നത്? ISI-ലൊക്കെ എവിടെയാണ്? സ്റ്റാറ്റി ISI-ലൊക്കെ സബ് ഏതാ വരുന്നത്? സബ് ഫിസിക്സ് ഇൻക്ലൂഡഡ് ആണോ? എങ്ങനെ? ഫിസിക്സ് ഉണ്ടോ? ഞാൻ ISI-ലാണ് ചോദിക്കുന്നതെങ്കിൽ അതെ, ISI. ഞാനത് കണ്ടിട്ടില്ല. അസ്കർ സാറൊക്കെ ഇതിനകത്ത് ഉണ്ട്. അത് ഡീറ്റെയിൽസ് സാറിന് അറിയാമെങ്കിൽ ഷെയർ ആയിരിക്കും. ഞാനത് കണ്ടിട്ടില്ല. അതിനകത്ത് വായിച്ച സമയത്ത് അങ്ങനെ ഒരു സബിനെ കുറിച്ച് ഒരു മെൻഷനിങ് ഞാൻ കണ്ടിട്ടില്ല ഒരു ബ്രോഷറിനകത്ത്. നമുക്ക് വേണം ഒന്നുകൂടെ നോക്കാവുന്നതാണ്, ഒന്നുകൂടി തറവായിട്ട് നോക്കാവുന്നതാണ്. ആരെങ്കിലും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. സർ, ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. സർ. മാത്തമാറ്റിക്സിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ +2-ന് ശേഷം തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം അവർക്ക് എഞ്ചിനീയറിംഗ് കഴിയുന്നതോടുകൂടി കൂടുതൽ കരിയർ ഗ്രോത്തും അതുപോലെ സാലറി റേഞ്ചൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നുള്ളൊരു ധാരണ. എങ്ങനെ നമുക്ക് അല്ല ISI-ലൂടെയും അതുപോലെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നിങ്ങളൊരു സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ആ എഞ്ചിനീയറിങ്ങിനേക്കാൾ മികച്ച ഒരു കരിയറും ഒരു സാലറി പൊട്ടൻഷ്യലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ വാക്കിൽ കുട്ടികളോട് നമുക്ക് ഇങ്ങനെ കൺവിൻസ് കൊടുക്കാൻ പറ്റും? എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുന്നത്, പെട്ടെന്ന് സാർ ചോദിച്ചപ്പോഴുള്ള ഒരു തോന്നലാണ്, കൃത്യമായ ഡാറ്റ അവൈലബിൾ ആണ്. കൃത്യമായ ഡാറ്റ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു ഒരു രസകരമായ ഒരു സാധനം ഉള്ളത്, ഈ ISI-ക്ക് അങ്ങനെ ഒരു പ്ലേസ്മെന്റ് സെല്ല് പോലും ഇല്ല. അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് ഇങ്ങനെ ക്ലെയിം ചെയ്യുക, ഞങ്ങൾ ഇത്ര പ്ലേസ്മെന്റ് കൊടുത്തു എന്ന് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാവരും ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആണ്. നമ്മളിങ്ങനെ സ്ഥാപനങ്ങൾ പറയല്ലോ ഞങ്ങൾ ഇത്ര കൊടുത്തു, ഇത്ര അവകാശവാദങ്ങൾ ഉന്നയിക്കുമല്ലോ. അവരെ സംബന്ധിച്ച ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒരു അവകാശവാദം പോലും ഇല്ല. കാരണം അങ്ങനെയും ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആണ്. പിന്നെ ഞാൻ ഡാറ്റ ഉണ്ടെന്ന് പറയാൻ കാരണം, ഈ വെബ്സൈറ്റുകളിലൊക്കെ ഇയർ വൈസ് കുട്ടികളെ റിക്രൂട്ട് ചെയ്തതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അവൈലബിൾ ആണ്. അത് അങ്ങനെ തന്നെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കണ്ടു ബോധ്യപ്പെടലാണ് ഒരു മെത്തേഡ് എങ്കിലും ഈ കാണിച്ചു കൊടുത്താൽ ഇപ്പം മീനും മീഡിയനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മീൻ സാലറി ഓഫേർഡ്, ഹയസ്റ്റ് സാലറി ഓഫേർഡ്, മീൻ സാലറി ഓഫേർഡ്, മീഡിയം സാലറി ഓഫേർഡ് ഒക്കെ വെബ്സൈറ്റിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്ന് പറഞ്ഞു കൊടുക്കാവുന്നത്, നമ്മൾ നേരത്തെ മാത്തമാറ്റിക്സിന് പറഞ്ഞ പോലെ എഞ്ചിനീയറിങ്ങിനുള്ള ഒരു ക്ലീഷേ ദുഷ്പേരുണ്ടല്ലോ, ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിനുള്ള. എഞ്ചിനീയറിംഗിന്റെ മോശം കൊണ്ടല്ല എന്ന് നമുക്കൊക്കെ അറിയാം, എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന്റെ മോശം കൊണ്ടല്ല എന്നൊക്കെ നമുക്കറിയാം. അവിടെ പഠിച്ച ഒരു കുട്ടീന്റെ റിക്രൂട്ട്മെന്റ് ഡാറ്റയും ഒരു സാധാരണ ഒരു IIT ഒന്നും അല്ല ഞാൻ പറയും, ഒരു സാധാരണ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടീന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ഈ സ്റ്റാറ്റിസ്റ്റിക്സും കമ്പയർ ചെയ്ത് നോക്കിയാലും ഇതായിരിക്കും മുന്നിലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വ്യൂ പറഞ്ഞതാണ്, സാറിനത് കൂട്ടിച്ചേർക്കാം. ഓക്കെ, താങ്ക് യു സർ. പിന്നെ ഇതിലൊരു ഒരു ചെറിയൊരു സാധനം കൂടെ പറയാനുള്ള, അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ ഈ എഞ്ചിനീയറിങ്ങിനേക്കാൾ നല്ല ഓപ്ഷൻ ഇതാണെന്ന് പറയുമ്പം, ഈ എഞ്ചിനീയറിങ്ങിന് എത്തിപ്പെടുന്ന കുട്ടികളുടെ പിന്നോക്കാവസ്ഥക്ക് കാരണം ഈ മാത്തമാറ്റിക്സ് ആണെന്നും പറയുന്നുണ്ട്. മാത്തമാറ്റിക്സിലെ പിന്നോക്കാവസ്ഥയുള്ള കുട്ടികൾ എഞ്ചിനീയറിങ്ങിന് എത്തിപ്പെട്ടതാണ് ഈ എഞ്ചിനീയറിങ്ങിന് ദുഷ്പേരുണ്ടാവാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം അത്രയും മാത്തമാറ്റിക്സ് ആവശ്യമുള്ള ഒരു സാധനമാണ് എഞ്ചിനീയറിങ്ങിന്റെ പേപ്പേഴ്സ്. അങ്ങനെ തിരിച്ചും പറയുന്നുണ്ട്. യെസ് സർ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, നിങ്ങൾ പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക്കലി റിക്രൂട്ടഡ് ആവും ഈ സ്ഥാപനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ആ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും? അല്ലെ, അതൊരു പ്രോസസ് അല്ല, ഞാനൊരു സേയിങ് പറഞ്ഞതാണ്, ഒരു വെർബലി പറഞ്ഞതാണ്. എന്താണ്, പിള്ളേർക്കെല്ലാം പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഒന്നും നടത്തണ്ട, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ ഒന്നും നടത്താതെ തന്നെ എല്ലാവരും നല്ല നിലയിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. മീൻസ് അതൊരു മെക്കാനിസം അല്ല, ഒരു ഫോർമൽ സിസ്റ്റം അല്ല ഞാൻ പറഞ്ഞത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വെക്കുന്നത് കൊണ്ടേ ആളുകൾ തന്നെ പരസ്യം ചെയ്യാതെ തന്നെ വാങ്ങി പോകുന്നുണ്ട് എന്ന് നമുക്ക് ചുരുക്കി പറയാം. സർ, ഒരു കാര്യം കൂടെ ഒന്ന് കൺവിൻസ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ നിന്നും സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ
ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ എഞ്ചിനീയറോടും കമ്പയർ ചെയ്യുമ്പോൾ ഒരു വൈഡർ റേഞ്ചിലേക്ക് നമുക്ക് ഓപ്പണിങ്സ് കിട്ടൂലേ? തിരിച്ചല്ലേ ഞാൻ സാറിനോട് ആർഗ്യൂ ചെയ്യല്ല, തിരിച്ചല്ലേ ഒരു പിന്നെ എഞ്ചിനീയർക്കല്ലേ സ്പെസിഫിക് ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു മാത്തമാറ്റിക്സുകാരനും സ്റ്റാറ്റിസ്റ്റിക്സുകാരനും ഒരു ഫുട്ബോൾ ടീമിന്റെ കൂടെയും വർക്ക് ചെയ്യാം, ഒരു ആർക്കിടെക്റ്റിന്റെ കൂടെയും വർക്ക് ചെയ്യാം, ഒരു ബിൽഡറുടെ കൂടെയും വർക്ക് ചെയ്യാം, ഒരു ബാങ്കിന്റെ കൂടെയും വർക്ക് ചെയ്യാം. അപ്പോ അവർക്കല്ലേ വെർസറ്റൈൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കൺവിൻസ്ഡ് ആണ്. കൂടെയും വർക്ക് ചെയ്തൂടെ? ഞാൻ എൻ്റെ ഒരു തോന്നൽ പറയാം, പൊളിറ്റീഷ്യൻസിന്റെ കൂടെ ഇവർക്ക് നല്ല റോളുണ്ട്. നമ്മളുടെ ഈ എലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളൊക്കെ, എലക്ഷൻ വിജയിപ്പിച്ചു കൊടുക്കുന്ന സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിലെ സങ്കേതങ്ങളായിരിക്കും എലക്ഷൻ വിജയിക്കാനും കാൻഡിഡേറ്റ് നിർണയിക്കാനും ഒക്കെ. പ്രോഡക്റ്റ് ഫേമുകൾക്ക് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ, ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ, ന്യൂ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ ഇവിടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഡാറ്റ വരുന്ന മുഴുവൻ സ്ഥലങ്ങളിലും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ടൂളായി ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു ചോദ്യം ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അമീർ ഷാൻ സ്റ്റുഡൻ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. +1 സ്റ്റുഡൻ്റ് ആണ്, മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ISAയിൽ ഏതായിരിക്കും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ്, സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ഒരു കോഴ്സാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. 2 കോഴ്സിനും ഒരേ സ്റ്റൈപ്പൻഡ് ആണ്. മാത്സ് എടുത്താലും സ്റ്റാറ്റി എടുത്താലും ഈ സെയിം സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. ഇതില് ഈ മാത്തമാറ്റിക്കൽ ഇൻട്രസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയി ആലോചിച്ചാൽ മാത്സ് തന്നെ ഉണ്ടല്ലോ, ബി മാത്സ് തന്നെ ഉണ്ടല്ലോ, ബാച്ചുലർ ഓഫ് മാത്തമാറ്റിക്സ് തന്നെ ഉണ്ടല്ലോ. ഇവരുടെ അഡ്മിഷൻ ടെസ്റ്റുകളിൽ ISI ആയാലും CMI ആയാലും നമ്മൾ +2 യോഗ്യതയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ടെസ്റ്റ് മാത്തമാറ്റിക്സ് മാത്രമാണ്. ടെസ്റ്റിൽ +2 വേറെ സബ്ജക്ട്സ് ഒന്നുമില്ല. നമുക്ക് CUET ഒക്കെ എഴുതുമ്പോൾ ജനറൽ പേപ്പർ എന്നൊന്നും പറയുന്ന പോലെ, ലാംഗ്വേജ് ഒന്നും പറയുന്ന പോലെ അല്ല, മാത്തമാറ്റിക്സ് തന്നെയാണ്. മൾട്ടിപ്പിൾ ചോയ്സും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവിന്റെ മാർക്കൊന്നും അങ്ങനെ നമുക്ക് ഇത്ര മാർക്കിന്റെ ഒന്നും തീരുമാനിക്കാൻ പറ്റൂല. അവിടുന്ന് അവര് അതാത് ക്വസ്റ്റ്യനിൽ ഇന്ന ക്വസ്റ്റ്യൻ എത്ര മാർക്ക് എന്ന് തീരുമാനിക്കുന്നതാണ്. ഇതിനൊന്നും, ഈ എൻട്രൻസിനൊന്നും പരിശീലനം കൊടുക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചൊന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ താല്പര്യമുള്ള ആളുകൾ സെൽഫ് ഇൻട്രസ്റ്റ് എടുത്ത് അതിലേക്ക് അങ്ങ് ഇറങ്ങുകയായിരിക്കും അതിന്റെ ഉചിതമായ വഴി. ഇതില് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നൊരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ് CMI, മറ്റത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. ഈ വ്യത്യാസം ഉണ്ട്. അതൊന്നും നമ്മള് അങ്ങനെ പറഞ്ഞാൽ എന്താ? എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് പറഞ്ഞാല് നമ്മുടെ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണോ? അല്ല, അത് നാഷണൽ ബിൽഡിംഗ് ഉദ്ദേശിച്ച അതാണോ? നാഷണൽ ബിൽഡിങ്ങിന് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് നല്ല വളരെ പ്രശസ്തമായ ഹൈ ക്വാളിറ്റി എന്താ പറയല് കോഴ്സ് വർക്ക് നടത്തുന്ന കുറഞ്ഞ സ്ഥാപനങ്ങൾ മാത്രമാണ് ഗവൺമെന്റ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ ഫണ്ടിങ്ങിലൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ടിങ്ങിലൊക്കെ ഈ സ്റ്റാറ്റസ് വളരെ നിർണായകമാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിലും ക്വാളിറ്റി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിലും അത് പ്രതിഫലിക്കും. ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയാം. CMI ആണെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഒരൊറ്റ സ്ഥാപനമാണ്, വേറെ അവിടെ ഇവിടെയും സെന്റേഴ്സ് ഒന്നുമില്ല. ഒറ്റ സ്ഥാപനം, നമ്മൾ ഈ UGCയിലെ നിയമത്തിന്റെ വകുപ്പ് ഉപയോഗിച്ച് അതിനെ ഡീംഡായി റെക്കഗ്നൈസ് ചെയ്യാണ്. സ്വന്തമായി
യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഈ ഇവരുടെയൊക്കെ വിസിറ്റിംഗ് പ്രൊഫസേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ എന്ന് പറഞ്ഞത് ഈ ഫീൽഡിലെ എണ്ണം പറഞ്ഞ ആളുകളാണ്. ഓക്കെ അതുപോലെ ഫസ്റ്റ് ചോദിച്ചോട്ടെ, യെസ് പറഞ്ഞോളൂ. ഫസ്റ്റ് സ്ലൈഡ് കാണിച്ച സമയത്ത് അതിൽ ന്യൂ ജെമില് ക്ലൈമറ്റ് മോഡലിംഗ് അങ്ങനെ ഒരു സാർ അങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു തോന്നുന്നു. അതൊന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരുമോ? അതിന് തന്നെ എൻ്റെ അറിവിൽ ഒരു 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ മോഡലിംഗ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലെയും ഒരു പ്രധാന മേഖലയാണ്. നമ്മൾ റിയൽ സിറ്റുവേഷന്റെ മാത്തമാറ്റിക്കൽ മോഡലുകൾ ബിൽഡ് ചെയ്യും. അപ്പൊ നമുക്കിപ്പം ഈ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മോഡൽസ് വേണം. ആ മോഡൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ വാല്യൂ ഒക്കെ അസസ് ചെയ്യുന്നത്. CBA എന്ന് പറയുന്ന ഒരു സാധനവും കൂടി ഉണ്ട്. നമ്മൾ പ്രോജക്റ്റ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അതാണ്, അത് ഇതിലും താഴെയുള്ള സാധനമാണ്, കുറച്ചും കൂടി സിമ്പിൾ ആയ സാധനമാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയും. അപ്പൊ അവിടെയും നമ്മൾ എന്താ പറയാ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലുകൾ വെച്ചാണ് അതും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഡാം കെട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു റോഡ്, ഒരു പാലം ഒക്കെ പണിയാണ്. അപ്പോൾ അതിന്റെ ഒരു കോസ്റ്റും ബെനിഫിറ്റും അനലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മോണിറ്ററി കോസ്റ്റും ഉണ്ടാവും. അത് എളുപ്പമാണല്ലോ, അത് നമുക്ക് ഇത്ര കോടി രൂപ എന്ന് പറഞ്ഞു വെച്ചാൽ മതി. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള സാധനമില്ല. ഈ നോൺ മോണിറ്ററി കോസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഫൈൻഡ് ചെയ്യണം. എത്ര മരം മുറിച്ചു, ആ മരം മുറിച്ചതുകൊണ്ട് എത്ര ഓക്സിജൻ പ്രൊഡക്ഷൻ അത് എത്ര ബാധിച്ചു, എത്ര ടെമ്പറേച്ചറിലേക്ക് അത് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെ തുടങ്ങിയ ഡീപ്പറായ സാധനങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് ബിൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എത്ര വെറ്റ്ലാൻഡ് നമ്മൾ എൻക്രോച്ച് ചെയ്തു, അതിനാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, എത്ര വാട്ടർ ബോഡീസ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന, എയറിന്റെ ക്വാളിറ്റിയിൽ എത്ര കുറവ് വന്നു എന്നൊക്കെ പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഇതിന്റെ സഹായം അനിവാര്യം. ഓക്കെ സർ, ക്ലിയർ ആയി, താങ്ക് യു. സോ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ്. വാട്ട് അബൌട്ട് യാസീൻ? ഓക്കെ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും അവസാനത്തെ ചോദ്യങ്ങളായിട്ട് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും അതുപോലെ IPL-ലൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്കൽ അങ്ങനെ എന്തെങ്കിലും ഒരാളുകൾ ഉണ്ടോ? ലേലം IPL-ൽ ലേലം വിളിക്കാൻ പോകുന്ന സമയത്ത് കാൻഡിഡേറ്റിനെ മീൻസ് പ്ലെയേഴ്സിനെ ലേലം വിളിക്കുന്നതിന്റെ മുമ്പേ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഡാറ്റയാണെന്നാണ്. ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് ആളുകളെ വില തീരുമാനിക്കുന്നത്. പെർഫോമൻസ് മാത്രമല്ല, നമ്മൾ പണ്ട് റിഗ്രഷൻ അനാലിസിസിലൊക്കെ പഠിക്കുമ്പോൾ പ്രൊജക്ഷൻ വരെ നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ, അതിന്റെ മുമ്പത്തെ വർഷത്തെ ഒരു കളിക്കാരന്റെ പെർഫോമൻസ് വെച്ചിട്ട് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രഡിക്ഷൻ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് അടുത്ത വർഷത്തെ പെർഫോമൻസ് വരെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാന്നാണ്. മീൻസ് നമ്മൾ കൈനോക്കി പ്രിഡിക്റ്റ് ചെയ്യും പോലെയല്ല, ഒരു ലോജിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുവരെ നമ്മളുടെ വില തീരുമാനിക്കുന്നതിൽ നിർണായകമാകുന്നുണ്ട്. വെറുതെ ഒരു കളിക്കാരന് മീഡിയ കൊടുത്ത പേരോ ഒന്നും അല്ല. അതിന്റെ അപ്പുറം ചില കളിക്കാർക്ക് നമ്മൾ കാണാറുണ്ട് അഭൂതപൂർവമായ വാല്യൂ കിട്ടുന്നത്. ഒരു പേരും പ്രശസ്തിയൊന്നും ഇല്ലാത്ത, ഇതുവരെ കളിച്ചിട്ടില്ലാത്ത, ഇന്റർനാഷണൽ അരങ്ങേറ്റമൊന്നും നടത്താത്ത ചില കളിക്കാർക്ക് അഭൂതപൂർവമായ വിലയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ആ കളിക്കാരനെ കൃത്യമായി ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ആ വില കിട്ടുന്നത്. മറ്റു നമ്മളാരും പത്രത്തിലും ചാനലിലും ഒന്നും ആ കളിക്കാരനെ കുറിച്ച് കണ്ടിട്ടില്ല. അപ്പോ അത്രയും ഡീപ്പറായി പഠിക്കുന്നുണ്ട് നാം. പിന്നെ കളി കഴിഞ്ഞിട്ട് പരിശീലനത്തിന് പിന്നെ സ്റ്റാറ്റിസ്റ്റീഷ്യൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡാറ്റ തന്നെ അനലൈസ് ചെയ്തിട്ട് വീണ്ടും ഈ കളിക്കാരനെ കാണിച്ചു കൊടുക്കും. ഇന്ന് ഗ്രൗണ്ടിൽ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്സ് ഇതൊക്കെയാണ്.
ഇതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതെന്ന് കോച്ച് പറഞ്ഞു കൊടുക്കുന്നതും ഈ മിസ്റ്റേക്സിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ്. അത്ര വരെ അഡ്വാൻസ്ഡ് ആണ്. ഞാനിവിടെ ഒരു ചെറിയ പ്ലെയറാണ് ഞാൻ കണ്ടത്. നമ്മൾ എന്താ പറയുക, ഈ കേരള ബ്ലാസ്റ്റേഴ്സിലും ഗോകുലം FC-യിലൊക്കെ കളിക്കുന്ന ഒരു ഫുട്ബോളർ ആയിട്ട് സംസാരിച്ചപ്പം കിട്ടിയ ഒരു ഇൻസൈറ്റ് ആണ് ഞാൻ പങ്കുവെച്ചത്. അപ്പം പുള്ളിക്കാരൻ പറയുന്നത്, ഇവിടെ എങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഇതിനേക്കാൾ പണക്കൊഴുപ്പുള്ള ക്രിക്കറ്റിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയും ഫെസിലിറ്റികൾ അവർക്ക് കൊടുക്കാൻ പറ്റും. Okay, anyway, if there is no more queries, let's wind up. യാസീൻ, എന്തെങ്കിലും ഫൈനൽ വേർഡ് പറയാനുണ്ടോ? ഓക്കെ, നമുക്ക് പിന്നെ അവസാനത്തിലേക്ക് വരാം. ആർക്കെങ്കിലും ഒരു 1-2 ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ സർ, ഉണ്ടെങ്കിൽ വൺ ആപ്രിസിയേഷൻ. ഓക്കെ. ഞാൻ അഫ്സാർ ബാബു, ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. എല്ലാ ഞായറാഴ്ച ഇത് കേൾക്കാറുണ്ട്. ഇതുവരെ PTM HSS തൃക്കടിരി, പാലക്കാട് ജില്ലയിലാണ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഓക്കെ, സാറിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ എവിടെയോ സ്കിൽ വെച്ചപ്പോഴോ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരമായി ഞായറാഴ്ചകൾ കേൾക്കാറുണ്ട്. എല്ലാ സെഷനും നന്നാവാറുണ്ട്. പക്ഷേ ഈ ആഴ്ചയിലെ സെഷൻ പ്രത്യേകിച്ച് പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ സെഷൻസ്. All the insights that you have provided is with best and high quality. ഒന്ന് പറയാനുള്ളത്, you are an expert and your expertise is that shows your words and your explanation shows that you have in-depth knowledge in the subject. Thank you so much. Highly valuable. Thank you, sir. Thanks. ഓക്കെ, താങ്ക് യു. മറ്റാർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഹലോ, കേൾക്കണ്ടോ? Yes, കേൾക്കാം. കേൾക്കുന്നു. ക്ലാസ് അടിപൊളിയാണ്. രണ്ട് കമ്പ്യൂട്ടർ കോളേജ് പറയാനുള്ളത് സാറിന്റെ റിവ്യൂസ് കണ്ടിട്ടും നിങ്ങളുടെ സൗണ്ട് കുറവാണ്. ഹലോ, സാറിന് ഹെൽപ്പ് ഇനിയും വേണമെന്ന് പറയാതെയാണ്. സൗണ്ട് ഇച്ചിരി കുറവാണ്. ഓക്കെ, നമുക്ക് ഏതായാലും വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി വളരെ എക്സ്പേർട്ടായിട്ട് ഈ ഒരു വിഷയത്തെ നമ്മോട് സംവദിച്ച ജിഷാദ് സാറിന് എല്ലാവിധ നന്ദിയും കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് കരിയർ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടും സംശയങ്ങളും ഒക്കെ ഉണ്ടാവും. സിജിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോട്, അവിടെയും അതുപോലെ തന്നെ മലപ്പുറത്തും എല്ലാ ദിവസങ്ങളിലും, ഞായറാഴ്ച ഒഴികെയുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും സൗജന്യ കരിയർ ഗൈഡൻസ് നൽകുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും സിജി കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു.